സാർ സാർ ഇത്രയും സില്ലിയായിട്ട് കാര്യങ്ങൾ കാണരുത്. തൽക്കാലം എനിക്കെല്ലാം സില്ലിയായേ കാണാൻ പറ്റുള്ളൂ കൂട്ടിക്കോളൂ. അപ്പൊ കമ്പനിയിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്തവരുടെ കാര്യം അതൊന്നും താനിപ്പോ അന്വേഷിക്കണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനാ? കമ്പനിക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ? എന്ത് ഉത്തരവാദിത്തം സദാശിവ, താൻ സമാധാനിക്കേ. ആ കുമാരന്റെ കാശെങ്കിലും ഞാൻ നിർബന്ധിച്ചിട്ടാണ് സാർ അവൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത്. അക്കാര്യത്തിൽ എനിക്ക് എല്ലാവരും ഒരുപോലെയാ. കുമാരൻ എന്നതൊക്കെ തന്റെ വിഷയം. ആ പിന്നെ പെട്ടെന്ന് കയറി പണക്കാരനാവാനുള്ള ശ്രമത്തില് ഒന്ന് വീണെന്നൊക്കെ വരും. അത് സാരമില്ല. ആ തൽക്കാലം താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേ. ഹലോ സാർ. ആ സംഭവം എന്നെ വല്ലാത്തൊരവസ്ഥയിലാക്കി. കമ്പനിയിൽ പണം നിക്ഷേപിച്ച പരിചയക്കാരോടൊക്കെ മറുപടി പറയേണ്ട ബാധ്യത കൂടി വന്നപ്പോ ഞാൻ ശരിക്കും തളർന്നു. എന്റേതായ ഒരു നിമിഷം പോലുമില്ലാതെ ആ പ്രശ്നവുമായി കുഴഞ്ഞു മറിയുകയായിരുന്നു ഞാൻ. ഒടുവിൽ ഞാൻ വീട്ടിലെത്തിയപ്പോ ആരേ കുമാരൻ? സ്നേഹമുള്ള സദാശിവന്, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട എന്നെ പ്രലോഭനങ്ങൾ നൽകി വീണ്ടും ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണ് നീ ചെയ്തത്. ഈ പഴയ സുഹൃത്തിനോട് അത് വേണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് നീ തട്ടിയെടുത്ത പണം ഇന്ന് എൻ്റെ ജീവിതത്തിന് തന്നെ അന്ത്യം കുറിക്കുകയാണ്. നന്ദിയുണ്ട്, ഒരുപാട്. ഒരു പാവം മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ മാത്രം ക്രൂരമായ മനസ്സാണ് എന്റെ ഭർത്താവിന്റേതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഏത് ഗംഗയിൽ മുങ്ങിക്കുളിച്ച നമ്മൾ ഈ പാപം കഴുകി കളയ? സുമി, ഞാനിതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ത് തന്നെയായാലും ഒരു കാര്യം, അല്പമെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് സംഭവിച്ച തെറ്റിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം. നിനക്ക് നഷ്ടപ്പെട്ട കാശ് എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് പഞ്ചാരക്കരയിലേക്ക് യാത്ര തിരിക്കുമ്പോ ഭയമായിരുന്നു എനിക്ക്, വല്ലാത്തൊരു ഭയം. ഒപ്പം മനസ്സുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. നീ എഴുതിയ പോലൊന്നും സംഭവിച്ചിട്ടുണ്ടാകരുതേ എന്ന്. അവിടെ വന്നിറങ്ങിയപ്പോ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന് തോന്നി. പിന്നെ എല്ലാറ്റിനെയും അതിജീവിക്കാനായി എന്റെ ശ്രമം. എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഒരപരിചിതന്റെ വേഷം സ്വയം ഏറ്റെടുത്തണിഞ്ഞു. ഓരോരുത്തരുടെയും വ്യാഖ്യാനങ്ങളിൽ ഞാൻ ആരൊക്കെയോ ആയി. നിന്റെ ബോഡിയും കാത്തുള്ള ഓരോ നിമിഷവും എന്റെ ഉള്ളു പിടഞ്ഞത് ആരും അറിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞ് നിന്റെ വീടിനോട് യാത്ര പറയും മുമ്പ് എനിക്കൊരു ദൗത്യം കൂടി ബാക്കിയുണ്ടായിരുന്നു. പിന്നൊരു കാര്യം, ഇനി മേലാൽ അതും ഇതും എന്നൊക്കെ പറഞ്ഞു കുമാരന്റെ വീടിന്റെ പരിസരത്ത് വല്ലതും ചെന്നാ? ഇല്ല, എന്തിനു പോണം? എന്റെ കാശ് കിട്ടിയല്ലോ. ഞങ്ങള് പലിശക്കാർക്ക് അങ്ങനെയൊന്നുമില്ല. മുതലും പലിശയും തിരിച്ചു കിട്ടിയാൽ മതി. നമ്മൾ രണ്ടുപേരും ചതിക്കപ്പെട്ടവരാണ്. അതിന്റെ വിഷമവും പറഞ്ഞ് കൈയും കെട്ടി നോക്കിയിരുന്നാ പറ്റില്ല. നഷ്ടപ്പെട്ടതെല്ലാം അവരിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കണം. അതിനുള്ള പിടിവള്ളി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്കിടയിൽ നിന്ന് തന്നെ എത്രയും പെട്ടെന്ന് അവന്റെ അടുത്തെത്തണം. അഷ്റഫ്, കമ്പനി ഷെയറിലെ 80% ഇപ്പോൾ നമ്മളുടെ കയ്യിലല്ലേ? അവനെ തല്ലിയിട്ട് കാര്യമില്ല. നീ കടല് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ഇവിടെ എത്തിക്കാൻ ദൈവം കാണിച്ചു എന്ന നിമിത്തമാണ്. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കി നാട്ടുകാർ നിന്നെ ഏൽപ്പിച്ച കാശ് നീ തിരിച്ചു കൊടുക്കണം. അതല്പം ബുദ്ധിമുട്ടായിരിക്കും. നാട്ടുകാരുടെ ഈ വക്കാലത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾക്ക് ഞാൻ എന്ത് തരണമെന്ന് പറയണം. അങ്ങനെ നിന്റെ പങ്ക് പറ്റി പിരിയാൻ വന്നവരല്ല ഞങ്ങൾ. ഇത് പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ വിയർപ്പിന്റെ കാശ. അത് തിരിച്ചു തരാതെ നീ ഇവിടുന്ന് പോകില്ല. അപ്പോ പിന്നെ
ടേക്ക് ദം. സർ, ആയിരക്കണക്കിന് പാവപ്പെട്ടവരെ ഇന്ന് പിരിച്ചെടുത്ത കാശുമായി മുങ്ങാൻ നോക്കിയനോ ഇവന് വെറുതെ വിടില്ല. സാർ, ഞാൻ നിരപരാധിയാ, എന്നെ രക്ഷിക്കണം. ആരെ രക്ഷിക്കണം, ആരെ ശിക്ഷിക്കണമെന്ന് എനിക്കറിയാം. സാർ അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം. നോ, ഇവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാലേ നാട്ടുകാരുടെ കാശ് തിരിച്ചു കിട്ടൂ. ഇവർക്കെതിരായ ക്രിമിനൽ കേസ് പ്രൊസീഡ് ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരുടെയും സഹായം പോലീസിന് ആവശ്യമാണ്. നടക്കടാ. കിട്ടിയടോ, ബോഡി കിട്ടി. ബോഡിയോ? ആ, ഞെട്ടണ്ട, സാധനം ഇതിനകത്തുണ്ട്. കാഴ്ചയില്ലാത്തൊരു അന്ധനാണ് ഞാൻ. താൻ എന്താ അന്ന് എന്നോട് പറഞ്ഞത്? ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മോഷ്ടിക്കാൻ പൊക്കൂടെയെന്ന്. അതേടോ, ഞാൻ ഇപ്പൊ എന്റെ ഡ്യൂട്ടി ചെയ്തു. കുമാരന്റെ ഡെഡ് ബോഡി ഞാൻ കൊണ്ടുവന്നു. എവിടെയായിരുന്നു ബോഡി? ലേശം കഷ്ടപ്പെടേണ്ടി വന്നു. കർണാടകയിൽ ആനഹനള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്. ഓ, ബോഡി ഒറിജിനൽ തന്നെയാണല്ലോ. പിന്നല്ലാതെ, നല്ല ഒറിജിനൽ കുമാരൻ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എനിക്കൊന്നേ പറയാനുള്ളൂ, ആരും ഞെട്ടരുത് കുമാരന്റെ ബോഡി കണ്ടിട്ട്. നമസ്കാരം സാർ. നമസ്കാരം. ആംബുലൻസ് വിടല്ലേ, ഒരു ബോഡി കൂടെ കൊണ്ടുപോകാനുണ്ട്. സൈമൺ സാർ, സൈമൺ സാർ,